വേനലിന്റെ കാഠിന്യം ചൂണ്ടിക്കാട്ടി പീരുമേട്ടിലെ പ്രധാന ജലസ്രോതസ്സായ അഴുതയാർ വറ്റിത്തുടങ്ങി. ഇതോടെ അഴുത ആറുമായി ബന്ധപ്പെട്ടുള്ള കുടിവെള്ള പദ്ധതികളെല്ലാം പ്രതിസന്ധിയിലേക്ക് നീങ്ങിത്തുടങ്ങി. നിലവിൽ ആറിന്റെ വിവിധ ഭാഗങ്ങളിലെ ചെറിയ കയങ്ങളിൽ മാത്രമാണ് വെള്ളം അവശേഷിക്കുന്നത്. ഇത് മലിനമാകുന്നുമുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും വെയിലിന്റെ കാഠിന്യം കൂടി വരികയാണ്. ഇതോടെ ജലസമൃദ്ധമായ ആറുകളും തോടുകളും അരുവികളുമടക്കം വറ്റലിന്റെ വക്കിലാണ്. വേനലിന്റെ കാഠിന്യം അറിയിച്ച ആദ്യം തന്നെ പീരുമേട്ടിലെ പ്രധാന ജലസ്രോതസ്സായ അഴുതയാർ വറ്റിത്തുടങ്ങി. നിലവിൽ ആറിന്റെ വിവിധ മേഖലയിലെ ചെറിയ കയങ്ങളിൽ ചെറിയ തോതിൽ മാത്രമാണ് ജലമുള്ളത്. പാറക്കല്ലുകളും മണലുമടക്കം തെളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വരൾച്ച ആരംഭിച്ചതോടുകൂടി തന്നെ പീരുമേട്ടിലെ ജലസ്രോതസ്സായ അഴുതയാറ് വറ്റി വരണ്ടു. പ്രദേശത്ത് അഴുതയാറിനെ ആശ്രയിച്ചാണ് പീരുമേട്ടിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലിനജലമാണ്. അപ്പോൾ മാലിന്യം നീക്കി നല്ല രീതിയിൽ ഇപ്പം നിലവിലുള്ള തെളിനീർ കിട്ടത്തക്ക രീതിയിലുള്ള സാഹചര്യം അധികൃതർ ഒരുക്കണമെന്നുള്ളതാണ്. അഴുതയാറിനെ ചുറ്റി നിരവധി കുടിവെള്ള പദ്ധതികളുണ്ട്. ഇവയുടെ അടക്കം പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനാണ് സാധ്യത. കൂടാതെ കുളിക്കുന്നതിനും അലക്കുന്നതിനും ആറിനെ ആശ്രയിക്കുന്നവർ പ്രതിസന്ധിയിലാണ്. വെള്ളം വറ്റിയതോടെ ആറിന്റെ വിവിധ മേഖലകളിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നുണ്ട്. ചില മാലിന്യങ്ങൾ വെള്ളമുള്ള കയങ്ങളിൽ കിടക്കുന്നുണ്ട്. ഇത് വെള്ളം മലീമസമാകാൻ കാരണമാകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മഴ ലഭിക്കാതായതാൽ അഴുതയാർ പൂർണ്ണമായും പറ്റും. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.